Shooting an Elephant is a famous essay written by ജോർജ് ഓർവെൽ. ജോർജ് ഓർവെൽ എഴുതിയിട്ടുള്ള ഒരു ഫേമസ് എസ്സേ ആണ് ഷൂട്ടിംഗ് ആൻ എലഫൻറ്റ്. ആക്ച്വലി ഇറ്റ്സ് എ റിയൽ എക്സ്പീരിയൻസ്. അദ്ദേഹം ബർണ എന്ന് പറഞ്ഞാൽ ഇപ്പം മ്യാൻമർ എന്നറിയപ്പെടുന്ന ബർണ. അദ്ദേഹം ബർമയിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് ജോബ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷൂട്ടിംഗ് ആൻ എലഫൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എസ്സേയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കഥയിലോട്ട് പോകാം. കഥയുടെ തുടക്കത്തിൽ ബർമയിലെ മൗൽമേൻ എന്ന സ്ഥലത്ത് താൻ അനുഭവിച്ച കഠിനമായ മാനസികാവസ്ഥ ഓർവെൽ വിവരിക്കുകയാണ്. അവിടുത്തെ പ്രാദേശിക ജനങ്ങൾക്ക് ബ്രിട്ടീഷ് ഭരണാധികാരികളോട് കടുത്ത വെറുപ്പായിരുന്നു. ഒരു യൂറോപ്യൻ വംശജൻ എന്ന നിലയിൽ ഓർവെലിനെ അവർ നിരന്തരം കളിയാക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഉള്ളിൽ ഓർവെലിന് ബ്രിട്ടീഷ് ഭരണത്തോടും അവരുടെ ക്രൂരതകളോടും കടുത്ത വിയോജിപ്പായിരുന്നു. അദ്ദേഹം രഹസ്യമായി ബർമീസ് ജനതയ്ക്ക് ഒപ്പമായിരുന്നു. എങ്കിലും തൻ്റെ ഔദ്യോഗിക പദവി കാരണം അദ്ദേഹത്തിന് അത് പുറത്തു കാട്ടാൻ കഴിഞ്ഞിരുന്നില്ല. ആക്ച്വലി അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർവെൽ സ്വയം എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ഷൂട്ടിംഗ് ആൻ എലഫൻറ്റ്. അദ്ദേഹം ബർമയിൽ പോലീസ് ഓഫീസറായിട്ട് ജോബ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് ഷൂട്ടിംഗ് ആൻ എലഫൻറ്റിൽ വിവരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് ബ്രിട്ടീഷ് ഭരണാധികാരികളോട് വളരെയധികം വെറുപ്പായിരുന്നു. ഈ ജോർജ് ഓർവെൽ എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻകാരനാണ്. അതുകൊണ്ട് തന്നെ ബർമയിലുള്ള ജനങ്ങൾക്ക് അദ്ദേഹത്തിനോട് ഒരു പുച്ഛ സ്വഭാവമായിരുന്നു. ആക്ച്വലി ജോർജ് ഓർവെൽ അവിടെയുള്ള ജനങ്ങളെപ്പോലെ തന്നെ ബ്രിട്ടീഷ് ഭരണാധികാരികളോടും താല്പര്യമില്ലായിരുന്നു. ഈ ബർമ പീപ്പിളിലുള്ള ആളുകളോട് തന്നെയായിരുന്നു ഈ ജോർജ് ഓർവെലിന് സപ്പോർട്ട് ചെയ്തിരുന്നതും. പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം ജോർജ് ഓർവെലിന് ഇല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജോലി, പദവി എന്നിവയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബർമയെ ഒപ്പോസ് ചെയ്ത് നിൽക്കേണ്ട സാഹചര്യമാണ്. ഒരു ദിവസം രാവിലെ ഒരു ആനയ്ക്ക് മദമിളകി ടൗണിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന സന്ദേശം ഓർവെലിന് ലഭിക്കുകയാണ്. അതിൻ്റെ പാപ്പാൻ ആനയെ നിയന്ത്രിക്കാൻ നോക്കിയെങ്കിലും പരാജയപ്പെട്ടു. ഓർവെൽ ഒരു തോക്കുമായി ആനയുള്ള സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. പോകുന്ന വഴിയിൽ ആന ചെയ്ത ക്രൂരതകൾ അദ്ദേഹം കാണുന്നു. അത് ആളുകളുടെ കുടിലുകൾ തകർത്തു, ഒരു പശുവിനെ കൊന്നു, ഒരു പഴക്കട കൊള്ളയടിച്ചു. എല്ലാറ്റിലുമുപരി ആന ഒരു പാവപ്പെട്ട ബർമീസ് തൊഴിലാളിയെ ചവിട്ടിക്കൊന്നിരുന്നു. ആ മനുഷ്യൻ്റെ മൃതദേഹം ചളിയിൽ കിടക്കുന്നത് കണ്ടതോടെയാണ് പ്രശ്നത്തിൻ്റെ ഗൗരവം ഓർവെലിന് മനസ്സിലാകുന്നത്. ആന ഒരു വലിയ നെൽവയലിൽ ശാന്തമായി പുല്ലു തിന്നുകൊണ്ടിരിക്കുന്നതാണ് ഓർവെൽ കാണുന്നത്. അപ്പോഴേക്കും അതിൻ്റെ മദപ്പാട് ഏതാണ്ട് ഇറങ്ങിയിരുന്നു. ആനയെ കൊല്ലേണ്ട യാതൊരു ആവശ്യമില്ലെന്നും അതിനെ അങ്ങനെ തന്നെ വിടുന്നതാണ് നല്ലതെന്നും ഓർവെലിന് തോന്നി. കാരണം അത്രയും വലിയൊരു മൃഗത്തെ കൊല്ലുന്നത് വലിയൊരു സാമ്പത്തിക നഷ്ടം കൂടിയാണ്. എന്നാൽ ഓർവെലിന് പിന്നാലെ ആയിരക്കണക്കിന് വരുന്ന ബർമീസ് ജനക്കൂട്ടം തടിച്ചുകൂടിയിരിക്കുന്നു. ആനയെ വെടിവെക്കുന്നത് കാണാൻ അവർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് ഓർവെൽ വലിയൊരു സത്യം തിരിച്ചറിയുന്നത്. താൻ ആനയെ വെടിവെച്ചില്ലെങ്കിൽ ഈ ജനക്കൂട്ടം തന്നെ ഒരു ഭീരുവായി കാണും. അവർ തന്നെ കളിയാക്കി ചിരിക്കും. ഒരു വെള്ളക്കാരനായ ഭരണാധികാരി ഒരിക്കലും തദ്ദേശീയരുടെ മുന്നിൽ ഭീരുവായി നിൽക്കാൻ പാടില്ല എന്ന ചിന്ത അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. ജനക്കൂട്ടത്തിൻ്റെ കണ്ണിലെ ആ അദൃശ്യമായ സമ്മർദ്ദത്തിന് വഴങ്ങി തൻ്റെ മനസ്സിന് ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും ആനയെ വെടിവെക്കാൻ തന്നെ ഓർവെൽ തീരുമാനിക്കുന്നു. അദ്ദേഹം നിലത്ത് കിടന്ന ആനയുടെ തലയിലേക്ക് ലക്ഷ്യം വെച്ച് വെടിയുയർത്തിക്കുന്നു. വെടിയേറ്റ ആന പെട്ടെന്ന് മരിച്ചില്ല. അത് വലിയൊരു മല ഇടിഞ്ഞു വീഴുന്നത് പോലെ നിലത്തേക്ക് വീണു.
ഓർവെൽ വീണ്ടും വീണ്ടും വെടിയുയർത്തിയെങ്കിലും ആന കഠിനമായ വേദനയോടെ ശ്വാസമെടുത്ത് ജീവനു വേണ്ടി പിടയുകയായിരുന്നു. ആ ദാരുണമായ കാഴ്ച കാണാൻ വയ്യാതെ ഓർവെൽ അവിടെ നിന്നും മാറിപ്പോകുന്നു. കുറെ മണിക്കൂറുകൾക്കകം ആ ആന പൂർണ്ണമായി ചത്തു. ആന ചത്തതിനു ശേഷം അവിടത്തെ വെള്ളക്കാർക്കിടയിൽ ഇതിനെച്ചൊല്ലി വലിയ ചർച്ചകൾ നടന്നു. ആനയുടെ ഉടമസ്ഥൻ പ്രകോപിതനായെങ്കിലും ആന ഒരു മനുഷ്യനെ കൊന്നതുകൊണ്ട് അതിനെ വെടിവെച്ചു കൊന്നത് നിയമപരമായി ശരിയെന്ന് കോടതി വിധിച്ചു. എന്നാൽ കഥയുടെ ഒടുവിൽ ഓർവെൽ തൻ്റെ മനസാക്ഷിയോട് ഒരു വലിയ സത്യം സമ്മതിക്കുന്നു. താൻ ആ ആനയെ കൊന്നത് അതിനോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കാനോ ആയിരുന്നില്ല. മറിച്ച് അവിടെ കൂടി നിന്ന ജനക്കൂട്ടത്തിന് മുന്നിൽ താനൊരു വിഡ്ഢിയാകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് മാത്രമാണ് താൻ ആ ക്രൂരത ചെയ്തത്. ഭരണാധികാരിയായ ഒരു വെള്ളക്കാരൻ കൺമുന്നിൽ ശാന്തനായി നിൽക്കുന്ന ആനയെ തൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി വെടിവെച്ചു കൊല്ലേണ്ടി വരുന്ന കഥയാണിത്. തന്നെ ഭീരു എന്ന് വിളിക്കുമോ എന്ന് ഭയന്ന് ജനക്കൂട്ടത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അദ്ദേഹം അത് ചെയ്തത്. ഇതിലൂടെ സാമ്രാജ്യത്വം എന്നത് ഭരിക്കുന്നവരെ മാത്രമല്ല, ഭരിക്കുന്നവൻ്റെ സ്വാതന്ത്ര്യത്തെ കൂടി എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് എന്ന് ഓർവെൽ വ്യക്തമാക്കുന്നു. താങ്ക് യു.